സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ടല്ലോ, അവര് ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നു. അവർക്ക് നമസ്കാരത്തിൽ വലിയ ഭക്തിയാണ്, കുടുംബ ജീവിതത്തിൽ വലിയ താല്പര്യമാണ്. മതത്തിന്റെ മൂല്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുപോലും പ്രിയപ്പെട്ടവരെ വിട്ടുകയാണ്. അല്ലാഹുവിന്റെ ദീനിനോട് വലിയ ആത്മാർത്ഥത പുലർത്തി ജീവിക്കാൻ അവർ തയ്യാറായത് കൊണ്ടാണ് അല്ലാഹു അവർക്ക് വലിയ അംഗീകാരം കൊടുത്തു. ഇന്ന് കുറെ ത്വരീഖത്തുകാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ത്വരീഖത്താണ്? നൂരിശാ ത്വരീഖത്ത്, അതുപോലെ സുൽത്താനിയ ത്വരീഖത്ത്, തീജാനിയ ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്ത്, റിഫായിയ ത്വരീഖത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വരീഖത്ത് എന്ന പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത കള്ള ശൈഖുമാരാണ് ത്വരീഖത്ത് പ്രിയപ്പെട്ടവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ത്വരീഖത്തില്ല എന്നല്ല, ത്വരീഖത്തുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധം ചേർക്കാവുന്ന ശൈഖുമാര് നേതൃത്വം നൽകുന്ന ത്വരീഖത്ത് വളരെ കുറവാണ്. ശരീഅത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് ത്വരീഖത്ത് പ്രിയപ്പെട്ടവരെ പഴയ മത്തി വാരിക്കൊടുക്കുന്നത് പോലെ മുത്തായ ത്വരീഖത്ത് വാരിക്കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ചില ആളുകൾ മനസ്സിലാക്കിയത് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. അതുകൊണ്ട് ശരീഅത്തിന്റെ നിയമങ്ങൾ അവർക്ക് പ്രശ്നമേ അല്ല. അവരെല്ലാം കാറ്റിൽ പറത്തുന്നു, എന്നിട്ട് ത്വരീഖത്ത് സ്വീകരിക്കുന്നു. സാധാരണക്കാരിന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അമലുകളെല്ലാം പച്ചാക്കി ചിത്രീകരിക്കലാണ്. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വരീഖത്ത് എന്ന് പറയുന്നത് ശരീഅത്തിന്റെ നിയമങ്ങൾ മുഴുവനായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യന് അവസാനമായി കിട്ടുന്നതാണ്. ത്വരീഖത്ത് എന്ന് പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. ശരീഅത്ത് അല്ലാഹു തആല എടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു, വർജിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വർജിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുക ഇത് ശരീഅത്താണ്. ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് അമിതമായ അല്ലാഹുവിന്റെ മുമ്പിലിരിക്കുന്ന ത്യാഗത്തിലൂടെ കിട്ടുന്നതാണ് ത്വരീഖത്ത്. وطريقة نخذ بيحوة كالورع عزيمة وريالة متبتلا. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ ജീവിതമാണ് ത്വരീഖത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്ത് കുത്തുബായി ലോകത്ത് കുത്തുബുസ്സമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനുഭാവനാണ് മമ്പുറം തങ്ങൾ. മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് ചരിത്രത്തിൽ മുരീദുമാരായിട്ടുള്ളത് രണ്ടാളുകളാണ്. ചരിത്രത്തിൽ രണ്ടാളുകളാണ് പ്രിയപ്പെട്ടവരെ മമ്പുറം തങ്ങളുടെ മുരീദുമാരായിട്ടുള്ളത്. ഒന്ന് വെളിയങ്കോട് ഉമർ ഖാലിയും മറ്റൊന്ന് പരപ്പനങ്ങാടി ജുമുഅത്ത് പള്ളിയുടെ മുൻവശത്ത് മറവിട്ട് കിടക്കുന്ന ഔക്കോയ മുസ്ലിയാർ പരപ്പനങ്ങാടി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവർ, ഇവർ രണ്ടുപേരും അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ കുത്തുബുസ്സമാൻ എന്ന പേരിൽ അറിയപ്പെട്ട വലിയ മഹാനായ മമ്പുറം തങ്ങൾക്ക് മറ്റൊരു മൂന്നാമത്തെ മുരീദില്ലാതെയായത് എന്ന ചരിത്രത്തിന്റെ മറുപടി? പ്രിയപ്പെട്ട സഹോദര, ത്വരീഖത്ത് കൊടുക്കാൻ പറ്റിയ ഒരു മുരീദിനെ മമ്പുറം തങ്ങൾ കണ്ടില്ല. തന്റെ ത്വരീഖത്ത് കൊടുക്കാൻ പറ്റിയ ഒരു മുരീദിനെ മമ്പുറം തങ്ങൾ വേറെ കണ്ടെത്തിച്ചിട്ടില്ല. ത്വരീഖത്ത് വാങ്ങിയ മഹാന്മാര് സാധാരണ
സാധാരണക്കാരല്ല, അവര് വലിയ കറാമത്തിന്റെ ഉടമയാണ്. ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചത് എങ്ങനെയാ സഹോദരങ്ങളെ? ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തിലൂടെയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, യമനിൽ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു സാഹിറിനെ എപ്പോഴും തന്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുമായിരുന്നു. ഭരണത്തിന് തനിക്കെതിരെ വരുന്ന ആളുകളെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആ ഭരണാധികാരി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹിറുണ്ടായിരുന്ന, ഒരു ക്ഷുദ്രകൃത്യം ചെയ്യുന്ന വ്യക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ സാഹിർ മരിക്കാൻ പോകുന്ന സമയത്ത് രാജാവിനോട് പറഞ്ഞു, രാജാവ്, ഞാൻ ഏതായാലും മരിക്കാൻ പോവുക. വിശാലമായ കഥയാ, ഞാൻ പോയിന്റ് മാത്രം സൂചിപ്പിക്കുക. ഞാൻ ഏതായാലും മരിക്കാനായി, അതുകൊണ്ട് എന്റെ ഈ സിഹിറുകളും എന്റെ ഈ ജാലവിദ്യകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ബുദ്ധിയുള്ള മോൻ എനിക്ക് തന്നാ നന്നായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരു നല്ല മോനെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, മോനെ സാഹിറിന്റെ അരികിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു നല്ല പുരോഹിതൻ, ഒരു പണ്ഡിതനിരിക്കുന്നു. നേരത്തെ ഉള്ള മതത്തിന്റെ മൂല്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ജീവിതത്തിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പണ്ഡിതനെ കാണുമ്പോ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തോടും എല്ലാ അരികിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശമേ കുട്ടി തേടുകയാണ്, മനസ്സിലാക്കുകയാണ്. പിന്നീട് ഇതാ സാഹിറിന്റെ അരികിലേക്ക് വരുന്നു. എന്താ മോനെ നേരം വൈകിയത്? അപ്പൊ പറഞ്ഞു, ഞാൻ പോരുന്ന വഴിയിൽ അവിടെ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അരികിൽ അല്പനേരം ഇരിക്കാൻ ശ്രമിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനല്ലാത്ത വേറെ ഒരു പണ്ഡിതനും ഉസ്താദും ഗുരുനാഥും നിനക്കുണ്ടടാ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് രഹസ്യമാക്കി വെച്ചു. ഈ പണ്ഡിതനോട് പറഞ്ഞു, ഞാൻ സാഹിറിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അരികിൽ കയറി എന്ന വിവരം അറിഞ്ഞപ്പോൾ അതിന്റെ പേരിൽ എന്നെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, മോനെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇന്ന് മുതൽക്ക് നീ പറയേണ്ടത് വീട്ടിൽ ചില ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വൈകിപ്പോയെന്നാണ്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നീ വൈകിയത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വരാൻ എനിക്കൊരൽപ്പം വൈകിപ്പോയെന്നാണ് നീ മറുപടി പറയേണ്ടത്. അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, നേരത്തെ ഉള്ള ദീനിന്റെ മതമൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്റെ അരികിൽ നിന്ന് കുറെ വിജ്ഞാനങ്ങൾ നേടിയെടുത്തു. അതെല്ലാം ഇസ്ലാമികമാണ്, അല്ലാഹുവിന്റെ ഇൽഹാമുകളാണ്. സാഹിറിൽ നിന്ന് കുറെ ക്ഷുദ്രങ്ങളും പഠിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയ ഒരു മൃഗമിതാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആനയാണെന്ന് ചിന്തിച്ചോളൂ. വലിയ ഒരു ആനയിതാ ജനങ്ങൾക്ക് പോകാൻ ശല്യമാകുന്ന വിധത്തിൽ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഈ കുട്ടി ചിന്തിച്ചു, പഠിച്ചവനെ, ഞാൻ രണ്ടു തരത്തിലുള്ള വിദ്യകൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഏത് വിദ്യയാണ് ഇവിടെ ഫലിക്കുക എന്ന് എനിക്കറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് തന്റെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത, ആ പുരോഹിതൻ പഠിപ്പിച്ചു കൊടുത്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി അങ്ങ് ചൊല്ലിയിട്ട് ഒരു കല്ലിലങ്ങ് മന്ത്രിച്ചിട്ട് കല്ല് കൊണ്ടൊരൊറ്റ ഏറ് കൊടുത്തു. കല്ലുകൊണ്ടങ്ങ് എറിഞ്ഞപ്പോൾ ആന അവിടെ ചത്തുപോവുകയാണ്. ഉടനെ കുട്ടിക്ക് മനസ്സിലായി, ഞാൻ കണ്ടെത്തിയ ശൈഖ് ചില്ലറക്കാരനല്ല, അതുകൊണ്ട് എനിക്ക് സാഹിർ വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസമുണ്ടല്ലോ, ഈ രാജാവിന്റെ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യന് കാര്യമായ ഒരു അസുഖം പിടിപെട്ടു. ഈ അസുഖത്തെ സാഹിറായ മനുഷ്യൻ ചികിത്സിച്ചു, ഭേദമായില്ല. പിന്നീട് ചികിത്സിക്കുന്നതോ ഈ ചെറിയ കുട്ടിയാണ്. പക്ഷേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു,
നിങ്ങൾക്ക് ഞാൻ ഈ രോഗം മാറ്റിത്തരാ, പക്ഷേ നിങ്ങൾ എന്റെ റബ്ബിൽ വിശ്വസിക്കുമോ? രോഗിയായ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങളുടെ റബ്ബ് ആരാണത്? അല്ലാഹുവാണ്. ഓക്കേ, ഞാനത് വിശ്വസിച്ചു പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആമൻതു ബിറസൂലില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു തൗഹീദ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ രോഗം മാറുകയാണ്. അതാ രാജാവിന്റെ കോർട്ടിൽ വരികയാണ്. രോഗം എങ്ങനെ മാറി എന്ന് ചോദിച്ചപ്പോൾ മറുപടി, എന്റെ രോഗം മാറ്റിയത് അല്ലാഹുവാണ്. രാജാവ് ചോദിക്കുന്നു, ഞാനല്ലാത്ത വേറെ ഒരു ദൈവം നിനക്കുണ്ടോ? രാജാവേ, നിങ്ങളാരാണ്? നിങ്ങളൊരു സാധാരണക്കാരനല്ലേ? ഈ ലോകം മുഴുക്കയും വടച്ച് പരിപാലിക്കുന്ന അല്ലാഹുവാണെന്റെ എനിക്കുള്ള താണിയും എന്റെ ഖാലിഖും. അതുകൊണ്ട് അവനെ മറന്നുകൊണ്ട് എനിക്ക് ഒരാളുടെ മുമ്പിലും അടിമത്തം കുറിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോൾ ആരാടാ നിനക്കിത് പഠിപ്പിച്ചു തന്നത്? ഉടനെ പറഞ്ഞു, നിങ്ങളുടെ അരികിൽ വന്നിട്ട് സിഹിർ പഠിക്കുന്ന ചെറിയ പിഞ്ചുബാലനാണ്. ആ പിഞ്ചുബാലനെ വിളിച്ചു വരുത്തി കുട്ടിയോട് ചോദിക്കുന്നു, നിന്റെ ദൈവമാരാണ്? ഉടനെ പറയുന്നു, അല്ലാഹുവാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം ആ മനുഷ്യനെ കൊല്ലുന്നു, രണ്ടാമതായി കുട്ടിയെ കൊല്ലാൻ ഓർഡർ പ്രഖ്യാപിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, കൊല്ലാൻ കഴിയുന്നില്ല. രാജാവ് പഠിച്ച മുഴുവൻ പണിയും നോക്കി കുട്ടിയെ കൊല്ലാൻ സാധ്യമല്ല. അവസാനം രാജാവ് പറയുന്നു, ഈ കുട്ടിയെയുമായി നിങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ കയറണം, എന്നിട്ട് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇട്ടേക്കൂ, അതിലങ്ങ് മരിച്ചു പോകട്ടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, അല്ലാഹുവിനെ നെഞ്ചിലേറ്റിയ ചെറിയ പിഞ്ചുബാലനെ നശിപ്പിക്കാൻ കഴിയുമോ? പർവ്വതത്തിന്റെ മുകളിലങ്ങ് കയറി കുട്ടിയങ്ങ് അല്ലാ എന്ന് പറയുന്ന മന്ത്രധ്വനി അങ്ങ് ഒരുവിട്ടപ്പോഴേക്ക് പർവ്വതമുണ്ടല്ലോ കിടിലം കൊണ്ടു. അവരൊക്കെയും പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഖർറമയ്യിത്ത. കുട്ടിയങ്ങ് വളരെ സുസ്മേരവദനായ രാജാവിന്റെ സദസ്സിൽ വരുന്നു. കൂടെയുള്ളവരെവിടെയാണ് ആവോ അറിയില്ല രാജാവ്. അവരൊക്കെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പർവ്വതം കുലുങ്ങിയപ്പോൾ അവര് മരണപ്പെട്ടു പോയി. രണ്ടാമതൊരു സൈന്യത്തെ വിളിക്കുന്നു. എന്നിട്ട് കപ്പലിൽ കൊണ്ടുപോയിട്ട് കടലിന്റെ നടുവിലേക്ക് എറിയാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപ്പലിൽ പോയി കുറെ എന്നെ സഞ്ചരിച്ച് നടുവിലെത്തിയപ്പോൾ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയ സമയത്ത് കപ്പലെന്ന് തകർന്നു പോവുകയാണ്. കപ്പലിലുള്ള യാത്രക്കാര് മുങ്ങി നശിക്കുന്നു. കുട്ടിയങ്ങ് സുസ്മേരവദനായി പുഞ്ചിരിയോടെ രാജാവിന്റെ സന്നിധിയിൽ വരുന്നു. എന്താ മോനെ നിനക്ക് സംഭവിച്ചത്? ഉടനെ മറുപടി, എന്നെ നശിപ്പിക്കാൻ നിങ്ങൾ ഈ വിചാരിക്കുന്നത് കൊണ്ടൊന്നും സാധ്യമല്ല. പിന്നെ എന്ത് വേണമെന്ന് രാജാവ് ചോദിക്കുമ്പോ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആവനാടി കൊണ്ട് ബിസ്മില്ലാഹ് എന്ന ഈ ഒരു മന്ത്രധ്വനി ഉച്ചരിച്ച് നിങ്ങൾ എന്നെ വെച്ചാ ആ അമ്പ് കൊള്ളേണ്ട താമസം ഞാൻ മരിച്ചു പോകുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടിയെ അങ്ങ് കൊലപ്പെടുത്തി. പറയപ്പെട്ടതുപോലെ വലിയ കുരിശിന് മുകളിലെത്തിയിട്ട് അമ്പെഴുത്ത് നടത്തിയിട്ട് കൊലപ്പെടുത്തിയപ്പോൾ ബിസ്മില്ലാഹ്
കുട്ടിയെ കൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒരുപാട് സ്വീകരിക്കുമോ എന്ന കാരണം കൊണ്ട് കുട്ടിയെ അങ്ങ് കൊലപ്പെടുത്താൻ തീരുമാനിച്ച രാജാവ് കൊലപ്പെടുത്തിയപ്പോ ജനങ്ങൾ ചോദിച്ചു, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്തിനാണ് രാജാവേ? രാജാവിന്റെ മറുപടി, ആ കുട്ടിയുടെ അല്ലാഹുവിനെ കൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുകയാണ്, അതുകൊണ്ട് അവനെ അങ്ങ് പരാജയപ്പെടുത്തണമെന്ന് കരുതി. ഉടനെ ജനങ്ങൾ പറയുന്നു, എന്നാൽ ഞങ്ങളൊക്കെയും ആ കുട്ടിയുടെ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, കുട്ടിയെ മരിപ്പിച്ചത് അവർ ഇസ്ലാം പുൽകരുതെന്ന് കരുതിയിട്ടായിരുന്നെങ്കിൽ അതിന്റെ പേരിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കടന്നു വരികയാണ്. കാരണം എന്തെന്നറിയുമോ? ആ ചെറിയ കുട്ടിയുടെ കറാമത്താണ് ഇങ്ങനെ ലോകത്ത് ഇസ്ലാം നിലനിൽക്കുന്നതിന്റെ രഹസ്യം. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്താണ്. കൂട്ടുപ്പാപ്പ എന്ന നമ്മുടെ നാട്ടുകാർക്ക് സുപരിചിതനായ കൂട്ടുപ്പാപ്പയുടെ ചരിത്രം, പ്രിയപ്പെട്ടവരെ, അന്യരായ ഉസ്താദിന്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ അല്പനേരം വായിച്ചപ്പോഴേക്ക് എന്തെല്ലാം അത്ഭുതങ്ങളാണ്. വിഷമേറ്റ മൂർഖൻ പാമ്പ് കടിച്ച വിഷമേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആളുകൾ പോലും മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയവർക്ക്, പ്രിയപ്പെട്ടവരെ, വെള്ളം മുഖത്തങ്ങ് കുഴഞ്ഞപ്പോൾ ജീവനുണ്ടായ കഥകൾ എത്രയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ വിഷമുള്ള വട്ടികൾ കഴിച്ചിട്ട് വിഷബാധയേറ്റ മനുഷ്യർക്ക് വെള്ളം മന്ത്രിച്ചിട്ട് സുഖപ്പെടുത്തിയ എത്രയെത്ര സംഭവങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിന്റെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറായപ്പോ അല്ലാഹു കൊടുത്ത ബഹുമതിയാണ്. കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ്, പ്രിയപ്പെട്ടവനെ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാലയിൽ പറഞ്ഞില്ലേ, എത്രയെത്ര കറാമത്തുകളാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ മുഅ്ജിസത്തായിട്ട് കൊടുത്തത്. അതാ കറാമത്തായി മുഹയ്യിദ്ദീൻ ശൈഖിന് നൽകിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈസാ നബി മരിച്ചുപോയ ഒരു വ്യക്തിയെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ആ ജനാസയുടെ പിന്നിൽ ഒരു ഉമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്തുടരുകയാണ്. അപ്പൊ ഈസാ നബി ചോദിച്ചു, എന്തിനാ ഉമ്മ കരയുന്നത്? അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ആ ഉമ്മക്ക് ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, ആ മോനെ മരണപ്പെട്ടു പോയി, അതിന്റെ സങ്കടം കൊണ്ട് ആ കുട്ടിയുടെ ജനാസ തുടരുകയാണ്. അപ്പൊ ഈസാ നബി പറഞ്ഞു, അങ്ങനത്തെ ഒരു മോനെ പിന്നെന്തിനാണ് നിങ്ങൾ കബറിൽ കൊണ്ടുപോയി വെക്കുന്നത്? ആ ഉമ്മയ്ക്ക് നമ്മൾ ആ മോനെ അങ്ങ് തിരിച്ചു കൊടുക്കാലോ. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. പഠിച്ചവനെ മരിച്ചുപോയ മയ്യത്തിൽ ജീവിപ്പിക്കാമെന്നാണല്ലോ ഈസാ നബി പറയുന്നത്. പറഞ്ഞു, സംശയം വേണ്ട, മയ്യത്ത് വീട്ടിലേക്ക് താത്തി വെക്കൂ. മയ്യത്ത് വീട്ടിലെ താത്തി വെച്ചിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കുട്ടി അങ്ങ് എണീക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മയ്യത്ത് കട്ടിലയിലെത്തിയിട്ട് കഫൻ പുടയിൽ തുണിമതാ പൊതിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന മയ്യത്തിനെ താഴ്ത്തി വെക്കാൻ പറഞ്ഞിട്ട് മുഅ്ജിസത്ത് കൊണ്ട് എണീപ്പിച്ചു നിർത്തിയ മഹാൻ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ചില ആളുകൾ അപ്പോൾ പറഞ്ഞു പരത്തി, മരിച്ച ആളെയല്ല ഈസാ നബി ജീവിപ്പിക്കുന്നത്, മരിച്ചു എന്ന് നമുക്ക് തോന്നിയ ചില ആളുകളെയാണ്. ചില ആളുകൾ മരിച്ചു എന്ന് നമുക്ക് തോന്നും, പക്ഷെ അവര് മരിച്ചിട്ടുണ്ടാവില്ല, ആത്മാവ് ഒളിച്ചിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ നാട്ടിൽ ഒരു സഹോദരൻ മരിച്ചു എന്ന് പറഞ്ഞ് പാമ്പ് കടിച്ചതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു, നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട, ആള് മരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളില്ല. വീട്ടിലെത്തിയ സമയത്ത് കാരണവന്മാര് പറഞ്ഞു,
ആരാണ് ഈ വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞത്? ഏത് അന്തംഗമ്യ ഡോക്ടറെ നിങ്ങൾ സമീപിച്ചത്? കാരണം വീട്ടിലാകെ കുഴപ്പമില്ല. ചില ആൾക്കാർ വന്ന് മരിച്ചു, ചില ആൾക്കാർ വന്ന് മരിച്ചില്ല. കാരണവന്മാര് പറഞ്ഞു കുട്ടികളെ ഇത് മരിച്ചിട്ടില്ല എന്നുള്ളതിന് എന്ത് തെളിവാണ് പറയേണ്ടത്? ഒരൽപ്പം മുളക് പൊടി കൊണ്ടുവരും, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം മരിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവ്. എന്നിട്ട് മയ്യത്ത് മരിച്ചു എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ കണ്ണിലകത്ത് കൊടുത്തു. അപ്പൊ എന്തായി? അപ്പൊ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകാതെ. മരിച്ച മയ്യത്താണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരൂല, മരിക്കാത്ത ആളാണെങ്കിലോ മുളക് പൊടി കണ്ണിലിട്ടാ വെള്ളം വരില്ല. ഇത് പഴയ കാരണം പരത്തിയ ചില ആൾക്കാർ പറഞ്ഞു അതിപ്പോ മരിച്ച മയ്യത്തിന്റെ കണ്ണിലിട്ടാലും വരാൻ സാധ്യത ഉണ്ട്. അവിടെ അഭിപ്രായം, അവിടെ രണ്ട് മതമുണ്ടായി നടത്തും. ഇനി പോലെ സംശയം തീർക്കണമെങ്കിൽ എന്ത് വേണം? മരിച്ച ഒരു മയ്യത്ത് വേറെ കിട്ടണം. ഏതായാലും ഓല് പറഞ്ഞു നമ്മളിപ്പോ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കേണ്ട. ഏതായാലും രാത്രി 10 മണിയായി. ശംഖു വൈദ്യാരടുത്തൊന്നും പോയിട്ട് നമ്മൾ കാര്യം തീരുമാനിക്കുന്നത്. വൈദ്യാരടുത്ത് പോയപ്പോ പറഞ്ഞു മക്കളെ എനിക്കിപ്പോ വയസ്സ് 70ആയി, എനിക്ക് രാത്രി ഒന്നും നടക്കാൻ പറ്റൂല, കണ്ണും കാണൂല, നാളെ 10 മണിക്ക് നമുക്ക് പോവാന്ന്. മരിച്ചല്ലേ എന്നൊരാളെ കുറിച്ച് തീരുമാനാക്കാനാണ് നാളെ 10 മണിക്ക് വരാന്ന് പറയുന്നത്. ഏതായാലും കാര്യം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് 10 മണിക്ക് അയാളെ അരികിൽ ചെന്ന് പാഹരൊക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് മയ്യത്തിന്റെ അരികിൽ ഇങ്ങനെ എത്തി. അയാൾ ഞരമ്പൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാടിയൊക്കെ പിടിച്ചിട്ട് അവസാനം പറഞ്ഞു മരിച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു എന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് തിരിച്ചു കൊണ്ടുവന്ന മയ്യത്ത് പിന്നെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ 12 മണിക്കൂർ ജീവിച്ചു. നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിപ്പിക്കുന്നത്, മരിച്ച ആൾക്കാരെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മോചനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവിടുന്ന് പറഞ്ഞു ഖബറിലുള്ള ആളെ കാണിച്ചു തരാൻ തയ്യാറുണ്ടോ? ഖബറിലുള്ള ആളെ കാണിച്ചു തരാൻ തയ്യാറുണ്ടോ? പ്രസിദ്ധമായ ഖബറാണ് പ്രിയപ്പെട്ടവരെ സാമിന്റെ ഖബറ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പൽ കയറിയ 3 ആളുകളിൽ ഒരുത്തനാണ് സാമ്. ഒന്നാമത്തേത് ഹാമ്, സാമ്, യാഫത്ത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ 3 ആളുകളുടെ മക്കളാണ്. ചരിത്രം പരതിയാൽ നമുക്കറിയാം ഈ 3 ആളുകളിലേക്ക് പരമ്പര മുട്ടാത്ത ലോകത്ത് ഒരു മനുഷ്യനുമില്ല. ഹാമിൽ നിന്നാണ് കറുത്ത വർഗക്കാരുണ്ടായത്, സാമിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ അറബികളുണ്ടായത്. ഇസ്മായിൽ നബിയും അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് നബിയും അടക്കമുള്ള 2 പ്രവാചകന്മാര് കടന്നു വന്നത് സാമിലാണ്. സാമ പ്രവാചകനാണോ എന്ന അഭിപ്രായം പോലുമുണ്ട്. ഏതായാലും ഭക്തനാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സാമ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് യാഫത്താണ്. തുർക്കിയും പടിഞ്ഞാറേ തുർക്കിയുമൊക്കെ കടന്നു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് യാഫത്തിലൂടെയാണ്. ഒരൊറ്റ പ്രവാചകന്മാരും അതിലൂടെ കടന്നു വന്നില്ല. തുർക്കി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട ജനത എന്നാണ്. കാരണം അമ്പിയാക്കളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനതയാണ് തുർക്കികള്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി വരാൻ പോകുന്ന യജൂജ് മഅജൂജ് തുർക്കികളിൽ നിന്നാണെന്ന് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ. ആ തുർക്കികൾ മൊത്തമായി വന്നത് യാഫത്തിൽ നിന്നാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് പടിഞ്ഞാറുകാരാണ്. ഇവരൊക്കെയും പാശ്ചാത്യം ജനതയാണ്. അവരിൽ നിന്ന് അമ്പിയാക്കൾ കടന്നു വന്നിട്ടില്ല.
കടന്നു വന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു ചെന്നിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ജന്മം മൊത്തം ഏഷ്യയിലാണെന്നാണ് ഈ വിനീതനായ എന്റെ ചരിത്രാന്വേഷണത്തിൽ എനിക്ക് കിട്ടിയത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ സാവിന്റെ ഖബർ കാണിച്ചു കൊടുത്തു ഈസാ നബി അലൈഹിസ്സലാം. സാവിന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, കൊമ്പേതിനില്ല, കൊമ്പേതിനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൽ കിടക്കുന്ന സാമ എണീറ്റ് നിന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ എത്ര കറാമത്താണ്. കറാമത്ത് കാണിക്കാൻ, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് കാണിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഷയങ്ങളില്ല. അവരുദ്ദേശിക്കുന്ന സമയത്ത് നടപ്പിലാകുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം, സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. നബർ എന്ന് പറയുന്ന സഹാബിയുടെ മകളായ റുബയ്യ റളിയല്ലാഹു അൻഹാ തന്റെ അയൽവാസിയുമായി ചെറിയ ഒരു പിണക്കമുണ്ടായതിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയുണ്ടായി. അതിന്റെ പേരിൽ റുബയ്യന്റെ കൈ തട്ടിയിട്ട് അയൽവാസിയുടെ മുൻപല്ല് പൊട്ടിപ്പോയി. മുൻപല്ല് പൊട്ടിയപ്പോൾ റുബയ്യ റളിയല്ലാഹു അൻഹയുടെ പിതാവ് നദർ പറയുകയാണ്, നിങ്ങൾക്കിതിന് വല്ല നഷ്ടപരിഹാരവും വേണോ അത് നൽകാം, അല്ലെങ്കിൽ നിങ്ങൾ റുബയ്യനെ ക്ഷമിച്ചു കൊടുത്തേക്കോ. അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തയ്യാറല്ല, രണ്ടിനും ഒരുക്കമല്ലെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ അരികിലേക്ക് നമുക്ക് നാൾ പോകാം. റസൂലുള്ളാഹിന്റെ അരികിൽ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് അവരറിയിച്ചല്ലോ, നിങ്ങൾ അതിന് തയ്യാറല്ല അല്ലേ? അവര് പറഞ്ഞു, വേണ്ട, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കാനും തയ്യാറല്ല, എന്നാൽ അനസേ കിതാബിങ്ങെടുത്തോ. പരിശുദ്ധമായ ഖുർആനിലെ ഖിസാസിന്റെ വിധി അങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ ഖിസാസ് എടുക്കാമല്ലോ. സ്വകാര്യതയിലേക്ക് വിളിച്ചുകൊണ്ട് നബിതങ്ങളോട് നദർ എന്ന് പറയുന്ന സഹാബിയുടെ മകനായ അനസ് പറയുകയാണ്, നബിയെ, എന്റെ പെങ്ങളാകുന്ന റുബയ്യന്റെ മുൻപല്ല് പൊട്ടിക്കണമെന്നാണോ ഖിസാസിലൂടെ ഒരു തീരുമാനമെടുക്കുന്നത് നബിയേ? നബിതങ്ങൾ പറഞ്ഞു, അനസേ, ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഖിസാസിന്റെ വിധി പറയുമ്പോൾ റുബയ്യന്റെ മുഖത്ത് നോക്കിയിട്ട് മുൻപല്ല് തട്ടാൻ അവർക്ക് ധൈര്യം വരൂല. അതുകൊണ്ട് ഖിസാസിലെന്ന് ഉറച്ചു നിന്നോളൂ. റസൂലുള്ള അനസിനെയും കൂട്ടി അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, റുബയ്യനെ വിളിക്കട്ടെ, നിങ്ങൾ ഖിസാസ് എടുക്കാൻ തയ്യാറല്ലയോ? ഉടനെ പറയുന്നു, നബിയേ, ആ സുന്ദരിയായ കുലീനതയുള്ള പെണ്ണിന്റെ മുൻപല്ല് ഞങ്ങളങ്ങ് തട്ടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധ്യമല്ല നബിയേ. അതുകൊണ്ട് നമുക്ക് കാശിന്റെ പേരിൽ കോംപ്രമൈസ് ആവാമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, ഇന്നമിന ഇബാദി മല്ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറാ. അല്ലാഹുവിന്റെ അടിമകളിൽ ചില ഇഷ്ടദാസന്മാരുണ്ട്. അവരെന്തെങ്കിലും ഒരു കാര്യം മാണയിട്ട് പറഞ്ഞാൽ ഇന്നത് നടക്കണമെന്നവര് മനസ്സുകൊണ്ടെന്നങ്ങ് ചിന്തിച്ചാൽ അതിൽ പിന്നെ മാറ്റമില്ല, അത് നടക്കുക തന്നെ ചെയ്യുമെന്നാണ്.
നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിദേശത്ത് ഒരു പള്ളി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മഴയില്ലാതെ വല്ലാതെ വിഷമിച്ചുപോയി. നാട്ടുകാര് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് നല്ല മഴ വേണേ, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. മഴയില്ലാത്ത ഘട്ടം വന്നപ്പോഴൊക്കെ അമ്പിയാക്കളെ സമീപിച്ചതാ ഖുർആനിലെ ചരിത്രം. മഴയില്ലാത്ത സമയത്തൊക്കെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹുവിന്റെ ഔലിയാക്കളെ സമീപിച്ചതാ പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രം. അങ്ങനെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെയും അരികിൽ വരികയാണ്. മഴയില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മഴ തരാം വിഷയമല്ല, പക്ഷേ എനിക്കിപ്പോൾ വേണ്ടത് കാശാണ്. കാരണം ഞാനൊരു പള്ളിയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കാശ് തരൂ, നിങ്ങൾക്ക് മഴ തരാ. ഉടനെ കാശും കൊണ്ടുവന്നു. മഹാനവരുടെ കയ്യിൽ മുസാഫത്ത് ചെയ്യുന്നു. തന്റെ കയ്യിലുണ്ടായ ഷാളങ്ങ് വിരിച്ചിട്ട് കാശ് മുഴുവനും അതിലങ്ങ് കെട്ടി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, പടച്ചവനെ, നിന്നെ കണ്ടുകൊണ്ടായി കാശ് വാങ്ങിയത്, നിങ്ങൾക്ക് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഴ പെയ്യുന്നില്ല, മണിക്കൂറുകളോളം മഴയില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം പിടിച്ചു. ഉടനെ പറഞ്ഞു, കാശ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മഴ തരാതെ ഈ കാശ് എനിക്ക് അനുവദനീയമാവുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ചാളടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ കാശങ്ങറിഞ്ഞു കൊടുത്തു. കാശെടുക്കാൻ ആരും തയ്യാറായില്ല. അതാ കാശ് മുഴുക്കുകയും നിലത്തങ്ങ് വീണു. ഉടനെ ഇതാ കാർമേഘമങ്ങ് ഇരുണ്ട് ഓടുകയാണ്. ഉടനെ മഴ പെയ്തിറങ്ങി. നബിതങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളിയിൽ മിമ്പറയിൽ ഖുതുബയോദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറാബിയായ മനുഷ്യൻ വന്നിട്ട്, മഴയില്ല നബിയേ, മഴ വേണമെന്ന് പറഞ്ഞിട്ട് മഴ പെയ്തതുപോലെ അവിടുത്തെ ഔലിയാക്കളിൽ പ്രമുഖനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് മഴ അങ്ങ് പെയ്തു. ഔലിയാക്കളെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്ക് രഹസ്യവും പരസ്യവും ഒരുപോലെയാണ്. മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സാധുവായ ഒരു മനുഷ്യന്റെ പശു നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് തന്റെ മുമ്പിൽ വന്നപ്പോ മഹാനവറുകൾ പറഞ്ഞതുകൊണ്ടാ, അടുത്ത വൈദ്യക്കടയിൽ നിന്ന് വയറിളകാനുള്ള ഗുളികയെ കുടിച്ചിട്ട് വണ്ടി കയറിക്കോളിന്ന, ബസ് കയറിക്കോളി. എന്താ പറഞ്ഞ കംപ്ലൈന്റ്? എന്താ പറഞ്ഞത്? തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ നേരം മുഴുവന്നപ്പോ കാണാനില്ല ഉസ്താദ്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ? തൊട്ടടുത്ത കടയിൽ നിന്ന് വയറിളകാനുള്ള ഗുളികയെ കുടിച്ചിട്ട് ബസ് കയറിക്കോളിയാണ്. ആ സാധു എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വയറിളകാനുള്ള ഗുളികയെ കുടിച്ച് ബസ് യാത്രയിൽ കുറെ എത്തിയപ്പോ വയറിളക അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഗുളികന്റെ അസുഖം ആ ഒരു സ്വഭാവം കാണിക്കുമല്ലോ. അതുകൊണ്ട് ബസ്സുകാരനോട് പറഞ്ഞു, ബസ് ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ ഇപ്പൊ സംഗതി ആകാൻ വഷളാവാൻ പോവാ, സബറെടുക്കാൻ പോവാണ്, ബസ് ഇവിടെ നിർത്തണം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, പ്രിയപ്പെട്ടവരെ, നല്ല ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന ബസ് നിർത്തി. അയാൾ അവിടെ ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരൽപ്പം അകലെ അതാ ഒരു കാടിന്റെ ഭാഗത്തേക്ക് മെല്ലെ ഇങ്ങനെ നീങ്ങി അയാൾ ഇരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് തന്റെ പശു ഇങ്ങനെ പുല്ല് തിന്നുന്ന രംഗം കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ പുല്ല് തിന്നുന്ന പശുവിന്റെ അരികിലേക്ക് ഇയാളെ എത്തിക്കാനുള്ള മാർഗം എന്താണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരുന്ന സ്പോട്ടിൽ തന്നെ അതിന് മറുപടി. പശു കാണാനല്ലേ? അത് ബേജാറാവണ്ട, ഇപ്പോഴും നിങ്ങളെ ആ വൈദ്യകടയിൽ നിന്ന് ഒരു വയറിളകാനുള്ള ഗുളികയും കുടിച്ചിട്ട് വണ്ടി കയറിയാൽ മതിയാണ്. എന്തൊരു നല്ല തമാശയാണ്.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ എല്ലാത്തിനും പരിഹാരം അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ 4 ആളുകൾ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, പ്രശ്നങ്ങൾ പറഞ്ഞു. എനിക്ക് കുട്ടികളില്ല, അതുകൊണ്ട് കുഞ്ഞിക്കാല് കാണാൻ എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലിത്തരണേ. അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കോളൂ. വേറെ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കടം കൊണ്ട അവസരാണ്, അതുകൊണ്ട് എന്റെ കടം വീടാനൊന്ന് ദുആ ചെയ്യണേ. ഉടനെ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിക്കോളൂ. വേറെ ഒരാള് പറഞ്ഞു, ഞാൻ ചെയ്തു പോയ പാപങ്ങളേറെയാണ്, ഇതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാൻ ദുആ ചെയ്യണേ. ഉടനെ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് ദിക്ർ ചൊല്ലിക്കോളൂ. വേറെ ഒരാൾ പറയുന്നു, മഴയില്ല. നാട്ടുകാര് മൊത്തം വന്നുകൊണ്ട് പറയുന്നു, മഴയില്ല, മഴ വേണേ. ഉടനെ പറഞ്ഞു, നാട്ടുകാര് മൊത്തവും ഈ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കോ. കൂടെ നിൽക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, ആര് വന്നാലും ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ് മാത്രമാണല്ലോ പരിഹാരമായിട്ടുള്ളത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാലുള്ളതുപോലെ പനിക്കുള്ള ഗുളിക തന്നെയാണ് തലവേദനക്ക്, തലവേദനക്കുള്ള ഗുളിക തന്നെയാണ് പല്ലുവേദനക്ക്. ഇതുപോലെ ആര് പ്രശ്നം പറഞ്ഞു വന്നാലും പറയാനുള്ളത് ഒരേ ഒരു മരുന്നാണ്. ഇതിന്റെ വസ്തുതയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അബൂ യസീദുൽ ബിസ്താമി പറയുന്നു, ഇതെന്റെ നിർദ്ദേശമല്ലടോ, ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. أستغفر الله എന്ന ദിക്ർ ചൊല്ലിയാൽ ഇന്നഹു കാന ഗഫാറാ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല ഏറെ പുറത്തു തരും. മഴയില്ലാത്തവർക്ക് മഴ ലഭിക്കും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകും. അതുപോലെ കടം കൊണ്ട് വലഞ്ഞവർക്ക് സാമ്പത്തിക ശേഷിയുണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിലുള്ളതാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കോ എന്ന നിർദ്ദേശം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതുപോലെ നമുക്ക് മഴയില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയുമോ? നമ്മുടെ പാപത്തിന്റെ ഭാരമേറിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് വമൻ ലാസമൽ ഇസ്തിഗ്ഫാറ യജ്അൽ ലഹു മിൻ കുല്ലി ദീകിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ ويرزقه من حيث لا يحتسب. سيدنا محمد മുസ്തഫാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തിഗ്ഫാർ നിരന്തരമായി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവൂല. അകപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, നിങ്ങൾ അറിയാത്ത ഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് പലതും നൽകിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കൂമ്പാരം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അല്ലാഹു പ്രകൃതി കൊണ്ട് നമ്മെ ശിക്ഷിക്കുകയാണ്. അല്ലാഹു തആല ഓരോ പാഠങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നന്നാവാൻ വേണ്ടി നൽകുന്നതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും എന്താവുകയാണ്? അല്ലാഹുവിനെ തിരസ്കരിക്കുകയാണ്. ഈ പ്രകൃതിയിൽ എന്തിനാണ് അല്ലാഹു തആല ഈ പ്രക്ഷോഭങ്ങൾ നൽകുന്നത്? എന്തിനാണ് മഴയില്ലാതെയാക്കിയത്?
എന്തിനാണ് രോഗങ്ങളെ അള്ളാഹു നൽകുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനാ അള്ളാഹു തആല ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ സൃഷ്ടിച്ചത്? നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. ഒരു സുപ്രഭാതത്തിൽ ഖിയാമത്ത് നാൾ അള്ളാഹു വരുത്താതെ അതിന്റെ മുന്നോടിയായി കുറെ അടയാളങ്ങൾ നൽകിയത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്. അതിന്റെ മുന്നോടിയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടേ ഉള്ളൂ എന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലാമാത്ത് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയത്. നമ്മളിൽ തന്നെയും അല്ലാഹു അടയാളങ്ങൾ വെച്ചു. അതാണ് നമ്മുടെ നര. താടിയും മുടിയും ഒക്കെ നരച്ചു പോകുമ്പോൾ മനുഷ്യൻ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, എന്റെ ഖിയാമത്ത് നാൾ അടുത്തു വന്നു കഴിഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. നേരം പുലർന്നാൽ മനുഷ്യൻ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്നാൽ അറിയാം, ഒരൽപ്പം കറുത്ത പൗഡർ എടുത്തിട്ട് താടിയും വീശി ഇങ്ങനെ കളർ കൊടുക്കുന്ന പരിപാടിയാണ്. ഞാനൊരാളെ കണ്ടിട്ട് ആളെ തിരിയാതെ അയാളെ പിതാവാന്ന് വിചാരിച്ചു. പള്ളിയിലെ പ്രസിഡന്റിനെ കാണാൻ വന്നപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു അയാളെ പിതാവാണെന്ന്. കാരണം അയാളെ ഇന്നലെ കണ്ടപ്പോ നല്ല താടി, കറുത്ത താടിയും മീശയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇന്ന് കുളിച്ച് മനുഷ്യയൊന്നും പറ്റാൻ നേരം കിട്ടിയില്ല, നേരെ വന്നിട്ട് കടവ് തുറന്നതാണ്. അപ്പൊ ഇയാൾ നിരച്ചു പോയിട്ടുണ്ട്, താടിയും മീശയെല്ലാം. അപ്പൊ അന്ന് അയാൾക്ക് പൈസ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, എല്ലാ വയസ്സന്മാരും കുട്ടിയാകാനുള്ള ശ്രമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും മരിക്കുമെന്ന ബോധം, മനുഷ്യ നിന്റെ മരണത്തോട് നീ അടുക്കാനായി എന്ന വാണിംഗ് ബെല്ലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാടിയും അതുപോലെ മുടിയുമൊക്കെ നരച്ചു പോകുന്നത്. അത് കറുപ്പിക്കുന്നത് വലിയ തെറ്റാണ്, പാപമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യകൂനു ഫീ ഉമ്മത്തി മൻ യഖ്ലിബു അശ്ശഅറ ബിസ്സവാദ്. എന്റെ സമൂഹത്തിൽ ഒരു ജനത വരാനുണ്ട്, അവര് താടിയും മുടിയുമൊക്കെ ചായം കൊടുക്കുന്ന ആളുകളാണ്. ലാ യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റിഹഹാ, അവര് സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുക, തിന്മയിൽ നിന്ന് പിന്മാറുക, നന്മയിലേക്ക് നമ്മൾ അടുത്തു വരിക. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അവരുടെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് നന്മയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്ത് 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 അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലിസ്റ്റിൽ നമുക്കൊരു അംഗത്വം ലഭിച്ചാൽ അല്ലാഹുവിങ്കൽ നമ്മൾ സാമീപ്യമുള്ളവരാണ്. പരിശുദ്ധമായ ഖുർആൻ നൽകിയ സന്ദേശം അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിലേക്ക് വലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്നേഹിച്ചവനെന്നാണ്, അല്ലാഹു തആല കാര്യങ്ങൾ ഏറ്റെടുത്തവനെന്നാണ്. അല്ലാഹു കാര്യങ്ങളങ്ങ് ഏറ്റെടുത്തു പോയാൽ അവന് ജീവിതവും മരണവും പ്രശ്നമല്ല. അം ഹസിബല്ലദീന യജ്തറഹു സയ്യിആത്, വൃത്തികേടുകൾ ചെയ്തു പോയ ജനങ്ങൾ വിചാരിക്കുന്നുവോ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ജനങ്ങൾ വിചാരിച്ചുവോ, അന്നജാലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിട്ട് സുഹൃതങ്ങൾ പ്രവർത്തിച്ച ജനങ്ങളെ പോലെ ഞാൻ അവരെ ആക്കുമെന്ന്. സവാഅം മഹ്യാഹും വമമാതുഹും, വിശ്വസിച്ചിട്ട് സുഹൃതങ്ങൾ ചെയ്തു പോയ ആളുകളുടെ ജീവിതവും മരണവും തുല്യമാണ്. സാമായക്കുമോ, അവരെ പോലെയാണ് ദുഷ്ടജനങ്ങളെന്ന വിധിയെഴുത്ത് എത്ര മോശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ.
ജീവിതകാലത്ത് ശരീരമുള്ളതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ശരീരം ജീർണിക്കാതെ നിലനിൽക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ജീവിതകാലത്ത് എപ്രകാരമാണോ ശരീരം ഉണ്ടായിരുന്നത് അതുപോലെ വഫാത്തിന് ശേഷവും അവരുടെ ശരീരം നിലനിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ ഈജിപ്ത് വിട്ടിട്ട് പലസ്തീനിലേക്ക് യാത്ര പോകാൻ തയ്യാറായില്ലേ? ആ സമയത്ത് തന്റെ മുൻഗാമിയായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമില്ലാതെ ഫലസ്തീനിലേക്ക് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് മൂസാ നബി അനുയായികളോട് ചോദിച്ചില്ലേ? സ്വഹീഹായ ഹദീസിലുള്ളതാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? എവിടെയാണ് യൂസുഫ് നബിയുടെ ഖബർ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്തത് ആരാണ്? ഒരു വൃദ്ധയായ പെണ്ണാണ്. കിളവിയായ പെണ്ണ് വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, നബിയെ, ഒരു പ്രവാചകന്റെ ഖബർ എവിടെയാണെന്ന് അങ്ങേക്ക് വിവരം നൽകുന്നത് ഞാനാണ്. പക്ഷേ എനിക്കൊരു സമ്മാനം വേണം നബിയേ, അതില്ലാതെ കാണിച്ചു തരാൻ തയ്യാറല്ല. ആ സമയത്ത് മൂസ നബി ചോദിച്ചു, എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ മുൻഗാമിയായ മെഡിറ്ററേനിയൻ സമുദ്രതീരത്ത് കിനാൻ എന്ന് പറയുന്ന നാട്ടില് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പ്രിയപ്പെട്ടവരെ കക്കയും ഞണ്ടും പെറുക്കി നടന്നിരുന്ന ഒരു സമൂഹത്തെ കിണറ്റിലറിയപ്പെട്ട അടിമയിലായി ഈജിപ്തിലേക്ക് കടന്നു വന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രതാപത്തിലൂടെയാണ് ഇസ്രായേലിന് മൊത്തമായി മിസ്രിലേക്ക് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ അവിടുത്തെ അനന്തരാവകാശിയായ മൂസാ നബി അലൈഹിസ്സലാമിന് ഇസ്ലാമിക പ്രബോധനത്തിന് സ്വൈര്യമായി അവസരം അനുവദിക്കപ്പെടാത്ത കണ്ടീഷനിൽ ഫലസ്തീനിലേക്ക് യാത്ര പോകേണ്ട സാഹചര്യം വന്നപ്പോ മുൻഗാമിയായ യൂസുഫ് നബിയുടെ ശരീരവുമായി ഫലസ്തീനിലേക്ക് ഇബ്രാഹിം നബിയുടെ മണ്ണിലേക്ക് മടങ്ങാമെന്ന് ചിന്തിച്ച സമയത്ത് അതാ മണ്ണിൽ നിരപ്പായ ഖബർ എവിടെയാണെന്ന് അറിയാതെ പോയ സമയത്ത് കിളവിയുടെ അന്വേഷണമാണ്, കിളവിയോടുള്ള അന്വേഷണമാണ്. ആ സമയത്ത് കിളവിയുടെ മറുപടി ഖബർ എവിടെയാണെന്ന് കാണിച്ചു തരാം, പക്ഷേ എനിക്കൊരു നല്ല പാരിതോഷികം നൽകുമോ? മൂസാ നബി പറഞ്ഞു, തരാം, പ്രശ്നമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, എന്ത് വേണം? ഉടനെ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ചോദിക്കുന്നത്? അസ്അലുക ദറജത്തല്ലതീ ജഅലല്ലാഹു ഇയ്യാഹാ ലക്കും. അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി തന്നിട്ടുള്ള ആ ഒരു സ്വർഗ്ഗത്തിലെ ഉന്നത പദവിയുണ്ടല്ലോ, അഥവാ അങ്ങയോടൊപ്പമുള്ള സഹവാസം തന്നെ സ്വർഗ്ഗത്തിൽ എനിക്ക് വേണം. ഇത് അനുവദിച്ചു തന്നാലേ ഞാനിതാ യൂസുഫ് നബിയുടെ ഖബർ നിങ്ങൾക്ക് കാണിച്ചു തരൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണിച്ചു തരണമെങ്കിൽ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗം വേണം. ആ സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്താലേ ഞാനത് കാണിച്ചു തരികയുള്ളൂ. മൂസാ നബി പറഞ്ഞു, സലിൽ ജന്ന, പെണ്ണെ നിങ്ങൾ സ്വർഗം ചോദിച്ചോളൂ, സലിൽ ജന്ന, നിങ്ങൾ സ്വർഗം ചോദിച്ചോളൂ, അത് തരാൻ പ്രശ്നമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങളോട് ചോദിച്ചത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിൽ ചങ്ങാത്തം എനിക്ക് വേണമെന്ന് ചോദിച്ച റബീഅ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അതിന്റെയും മുൻഗാമിയായ പ്രവാചകൻ മൂസ നബിയോട് തന്റെ അനുയായിയായ പെണ്ണ് ചോദിക്കുന്നു, അസ്അലുക ദറജത്തല്ലതീ ലക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുള്ള പദവി തന്നെ എനിക്കും വേണം നബിയേ. മൂസാ നബി അങ്ങ് ശങ്കിച്ചു നിന്നപ്പോൾ അല്ലാഹു പറയുന്നു, മൂസാ, സ്വർഗമല്ല നിങ്ങളുടെ പദവി തന്നെ കൊടുക്കാം,
അതേ നൽകാമെന്ന് പറഞ്ഞേക്കോ. കാരണം ചോദിച്ചതൊരു പ്രവാചകനോടാണല്ലോ. എനിക്കൊരിക്കലും തന്നെ ഖായിബാകേണ്ടി വരികയില്ല, എന്റെ പ്രതീക്ഷ അസ്തമിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ചോദിക്കാൻ വന്നത്. അത് അങ്ങയോടുള്ള സ്നേഹമാണ് നബിയേ, അതുകൊണ്ട് തരാമെന്ന് വാക്കുകൊടുത്തേക്കോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗമെന്ന് കൊടുത്തു. അല്ല, സ്വർഗത്തിൽ മൂസാ നബിക്ക് കിട്ടുന്ന പദവി തന്റെ അനുയായി വൃത്തത്തിൽപ്പെട്ട ഒരുമ്മക്ക് കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അൽബാനി പറയുകയാണ്, നാസിറുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഹദീസ് പണ്ഡിതൻ, ഇവിടുത്തെ വിദാത്തുകാരൻ, വലിയ പണ്ഡിതനാന്ന് പറഞ്ഞ് പുകഴ്ത്തുന്ന നാസിറുദ്ദീൻ അൽബാനി ഉണ്ടല്ലോ. നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസ് വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, ഹദീസിൽ പറഞ്ഞത് ഇലാമ് എന്നാണല്ലോ, അഥവാ യൂസുഫ് നബിയുടെ എല്ലുകൾ എടുക്കാതെ മിസ്ർ വിട്ടു പോകരുത് മൂസാ എന്നതാണ് അല്ലാഹുവിന്റെ സന്ദേശം. എങ്ങനെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ എല്ലുകളായി പോകുന്നത്? കാരണം ഒരു പ്രവാചകന്റെ ശരീരം മണ്ണിൽ ജീർണിച്ചു പോവുകയില്ലെന്ന് വളരെ വ്യക്തമായി ഹദീസിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്, സ്വഹീഹായ പരമ്പരയിലുള്ളതാണ്. പിന്നെങ്ങനെയാ യൂസുഫ് നബിയുടെ ശരീരത്തിൽ കേവലം എല്ലുകളായി മാറിയത് എന്ന അന്വേഷണത്വര അൽബാനി ഹദീസ് വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്. ഉടനെ മറുപടി കണ്ടെത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സഹീഹുൽ മുസൽസല എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഹദീസിൽ പറഞ്ഞ ഇലാമ കൊണ്ട് വിവക്ഷ അത് കേവലം എല്ലല്ല, അത് ശരീരമാണ്. ജസദഹു ശരീഫ്, അതേ യൂസുഫ് നബിയുടെ പൂർണ്ണ ശരീരമാണ്. കാരണം പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മണ്ണിൽ ജീർണിച്ചു പോവുകയില്ല. എല്ലെന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശം ശരീരമാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുഖം മുന്നടിയിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷ ശരീരം മുഴുക്കയാണ് എന്നതുപോലെ എല്ല് എന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശം അതാ യൂസുഫ് നബിയുടെ മുഴുവൻ ശരീരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ജീവിതകാലത്തുള്ള ശരീരം പോലെ അവർക്ക് ശരീരമുണ്ട്. ജീവിതകാലത്തുള്ള സന്തോഷം പോലെ അവർക്ക് മരണത്തിന് ശേഷം സന്തോഷമുണ്ട്. ജീവിതകാലത്തുള്ള അവരുടെ സഹായവും ഇടപെടലും ഉള്ളതുപോലെ മരണത്തിന് ശേഷവും അവരുടെ സഹായമുണ്ട്. ഇത് യഥാ പരിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് അത് നിരാകരിക്കാൻ സാധ്യമല്ല. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഏറ്റവും കൂടുതൽ അവരുടെ ശ്രദ്ധ ചെലുത്തിയത് ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യ സ്നേഹങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്നത് കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല, അതിൽ ഹിന്ദുക്കളുണ്ട്, അതുപോലെ ക്രിസ്ത്യാനികളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു മതത്തിന്റെയും പേരിൽ ജീവിക്കാത്ത മറ്റു പല ആളുകളുമുണ്ട്. അവരൊക്കെയും മഹാന്മാരുടെ ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്നത് അവര് മനുഷ്യ സ്നേഹികളാണ്. അവര് കക്ഷി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അവര് തയ്യാറായതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരിലേക്ക് ജനങ്ങളുടെ ഹൃദയം ആകർഷിച്ചു.
മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ആദ്യം നടത്തിയത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഭരണാധികാരികളെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് കുഷ്ഠരോഗം പിടിച്ച ആളുകളെ കാണിച്ചു കൊടുത്തിട്ട് ഇവർക്ക് ജന്മം നൽകാൻ ആരുണ്ടടാ, ഇവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഏത് ഭരണാധികാരി ഉണ്ടടാ, ഈ പാവപ്പെട്ടവർക്ക് കൂരയില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ആരുണ്ടടാ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തന ഗോതയിലിറങ്ങിയിട്ട് ഭരണാധികാരികളുടെ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേതൃത്വം നൽകിയ 20 കൊല്ലമുണ്ടല്ലോ. അതിനുശേഷമാണ് ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് ഔലിയാക്കള് സാമൂഹ്യ സ്നേഹികളാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, നാം നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കണേ. പരസ്പരം തമ്മിലടിച്ചു പിരിയാൻ പാടില്ല. നാട്ടിൽ സംഘടനയുടെ പേരിൽ ചിത്രതയുണ്ടാക്കാൻ പാടില്ല, ഫിത്നയുണ്ടാക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തനം കൊണ്ട് വാക്കുകൊണ്ട് ആ നാട്ടിലൊരു ഫിത്ന പുറപ്പെട്ടാൽ അതിന്റെ പാപഭാരം മുഴുക്കയും അതിനൊന്നാമതായി സിന്ദാബാദ് വിളിച്ചവനാണ്. അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ. വൽ ഫിത്നതു നായിമത്തുൻ, ഫിത്ന ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഫൽ വൈലു കുല്ലൽ വൈലി ലിമൻ ഐഖലഹാ, ഫിത്നയെ തൊട്ട് ഉണർത്തുന്നവർക്കാണ് എല്ലാ നാശവുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. നിങ്ങളെല്ലാവരും എണീറ്റ് നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങ് അടുത്തോട്ട് വരിക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രത്തിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്നു. ഹജ്ജ് കഴിഞ്ഞിട്ട് മഹാനവറുകൾ പരിശുദ്ധമായ ഹറമിൽ ഉറങ്ങുകയാണ്. മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ ഹറമിൽ ഉറങ്ങുകയാണ്. ഹറമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ നല്ല സുന്ദരമായ ഒരു സ്വപ്നം കാണുന്നു. 2 മാലാഖമാര് കാരാ ഹറമിൽ പ്രിയപ്പെട്ടവരെ അവതരിച്ചിരിക്കുകയാണ്. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുന്നു, ഈ പ്രാവശ്യം എത്ര പേര് ഹജ്ജിന് വന്നിട്ടുണ്ടെന്നറിയാമോ? ഉടനെ മറുപടി, 6 ലക്ഷം പേര് ഹജ്ജിന് വന്നിരിക്കുന്നു. അതിലെത്ര പേരുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഉടനെ മറുപടി, ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് സ്വീകരിച്ചിരിക്കുകയാണ്. 6 ലക്ഷം പേരുടെയും ഹജ്ജ് സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഉടനെ മറുപടി, അത് ഡമസ്കസിലെ മുവഫഖാണ്. അയാളുടെ പ്രത്യേകത എന്താണ്? ഉടനെ ചോദ്യം മറുപടി, ഹജ്ജിന് വരണമെന്ന് വളരെ താല്പര്യത്തോടെ കാതോർത്ത് നിന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ഹജ്ജിന് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാള് ഹജ്ജിന് വരണമെന്ന അതീവ താല്പര്യത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അയാൾക്ക് ഹജ്ജിന്റെ കൂലി അല്ലാഹു നൽകി. ആ ഒരു വലിയ സേവനം കാരണത്താൽ ഇവിടെ ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു പോയി. ഡമസ്കസിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് ഉറക്കില്ലെന്ന് പെട്ടെന്ന് അങ്ങ് അണീറ്റുപോയി. ഉടനെ ഡമസ്കസിലേക്ക് യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദർശികമായി ആ മുവഫഖിനെ കണ്ടുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജിന് വന്നില്ലല്ലോ, ഹജ്ജിന് വരണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നല്ലോ, എന്തേ നിങ്ങൾ ഹജ്ജിന് വരാതിരുന്നത്?
എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു, ഞാനൊരു ചെരുപ്പ് തുന്നുന്നയാളാണ്. ഈ ചെരുപ്പ് തുന്നുന്നതിലൂടെ കിട്ടുന്ന വേതനമുണ്ടല്ലോ, ഇതെന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതിൽ മിച്ചം തരുന്നത് ഞാൻ എടുത്തു വെക്കുന്നു. ഒരു 300 ദിർഹം ബാക്കിയായപ്പോൾ ഞാൻ ഹജ്ജിന് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. എന്റെ വീട്ടുകാരോട്, കുടുംബക്കാരോട്, അയൽവാസികളോട് ഞാൻ യാത്ര പറഞ്ഞു. പോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഉടനെ എന്നോട് പറയുന്നു എന്റെ ഭാര്യ, നിങ്ങൾ ഹജ്ജിന് പോവുകയാണല്ലോ, ഇനി തഥാ തിരിച്ചു വരുമെന്ന ഒരു ഉറപ്പും പറയാനൊക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഭർത്താവേ, അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കാര്യമായ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, അതിൽ നിന്നൊരൽപ്പം എനിക്ക് കൊണ്ടുതരുമോ? ഉടനെ ഞാനൊരു പാത്രവുമായി അയൽവാസിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ഞാൻ ചോദിക്കുന്നു, പാചകം ചെയ്യുന്ന മാംസം ഒരൽപ്പം എന്നിന്റെ ഭാര്യയ്ക്ക് നൽകുമോ? ഉടനെ മറുപടി പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അനുവദനീയമല്ല മുവഫഖ്. എനിക്കും എന്റെ ഭാര്യക്കും മാത്രമേ ഇത് കഴിക്കാൻ പറ്റൂ. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അനുവദനീയമായ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് ഹറാമാവുകയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ആ പെണ്ണിന്റെ മറുപടിയാണ് ഈ കിടക്കുന്നത് കണ്ടോ, ഇതെന്റെ വീട്ടിലുള്ള യതീമുകളാണ്, ഞാനൊരു വിധവയാണ്, വീട്ടിലുള്ള കുടുംബനാഥൻ മരണപ്പെട്ടു പോയി. ഇതുവരെ നാട്ടിലെ സഹപാഠികളുടെ, നാട്ടിലുള്ള അയൽവാസികളുടെ അതാ സഹായം കൊണ്ട് ഞാൻ ഇതുവരെ ജീവിച്ചു പോന്നു. എനിക്ക് ജോലി അറിയില്ല, എന്റെ മക്കൾക്ക് ജോലി അറിയില്ല, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണവുമില്ല. അതുകൊണ്ട് ഇന്നവരും മുഴുപട്ടിണിയിലാണ്. ഇന്ന് എന്തെങ്കിലും അവര് കഴിക്കാതെ പോയാൽ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അവര് യാത്ര പോകും, മരണപ്പെട്ടു പോകും. അതുകൊണ്ട് അവിടെ ചത്തുകിടക്കുന്ന കഴുതയിലത് ഞാനൊരൽപ്പം മാംസം മുറിച്ചു കൊണ്ടുവന്നതാണ്. ഓഫത്തെ അതേ മാംസം മുറിച്ചു കൊണ്ടുവന്നതാണ് മുവഫഖ്. ഇത് ചത്തതായ ജീവിയാണ്, പക്ഷേ പ്രാണരക്ഷയ്ക്ക് വേണ്ടി എനിക്കും എന്റെ മക്കൾക്കും ഇത് അനുവദനീയമാണ്. ഈ വാക്ക് കേട്ടപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു പോയി. അതുകൊണ്ട് വീട്ടിലെടുത്തു വെച്ച 300 ദിർഹവും എന്റെ അയൽവാസിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്, അംഫിഖി അലാ ഇതാബികി, പെണ്ണേ ഇത് നിന്റെ മക്കൾക്ക് ചെലവഴിച്ചോ എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ എനിക്ക് ഹജ്ജിന് വരാൻ കഴിഞ്ഞില്ലല്ലോ. ഓ സഹോദരന്മാരെ, അയൽവാസിയെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഹജ്ജിന്റെ കൂലി കിട്ടിയില്ലേ? അതേ പാവപ്പെട്ട യതീമുകൾക്ക് ഭക്ഷണം നൽകിയതിന്റെ പേരിൽ അതേ 6 ലക്ഷം പേരുടെയും ഹജ്ജിന് അല്ലാഹു തആല സ്വീകാര്യത കൊടുത്തില്ലേ? അപ്പോൾ നല്ല ഒരു പ്രവർത്തനം കൊണ്ട് നമ്മളെല്ലാവരും രക്ഷപ്പെടും. അല്ലാഹു തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുന്നതിന്റെ കാരണം കൊണ്ട് അവരോടൊപ്പം അവന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും.